Hello everyone. Welcome to my episode Rise and Thrive Live. Today we are live with my business partners. We are all digital marketing. We are all doing digital marketing business. So today, say hi. 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 Okay. So today, Hi. okay, so today we are doing a live about just discussing about a common questions everyone asks. So ഇന്ന് നമുക്ക് ഈ ബിസിനസിനെ കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്ന ഒത്തിരി പേർക്ക് കുറെ ഡൗട്ടുകളുണ്ട്. കോമൺ ആയിട്ട് തന്നെ ഉള്ള ഡൗട്ടുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഈ ലൈവിലേക്ക്. ഹായ്. ഓക്കെ. Hi. Hi. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ മഞ്ജുവിനോടാണ് ചോദിക്കുന്നത്. മഞ്ജു, നമ്മൾ എന്താണ് ഈ ബിസിനസ്സിൽ ചെയ്യുന്നത് എക്സാക്റ്റ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ? Of course, Chinchu. Yeah, ഞാൻ അനീസ് മഞ്ജു. ഞാൻ മോൺട്രിയലിൽ 25 years ആയിട്ട് ഫാമിലിക്കൊപ്പം സെറ്റിൽഡ് ആണ്. എന്റെ പ്രൊഫഷൻ അക്കൗണ്ടിംഗ് ആണ്. I think we lost മഞ്ജു ആക്ച്വലി എന്താ ബ്രേക്കിൽ വന്നതാണ്. അപ്പോൾ ഇരുന്നിട്ടാണ്. അപ്പൊ ഇത് ചൂടായത് കാരണം അത് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മൊബൈൽ. ചിലപ്പോ അങ്ങനെ പോയതായിരിക്കും. വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. All right, so I am back. Okay. പക്ഷെ കാണാനില്ല മഞ്ജു. എന്നെ കേൾക്കാമോ നിങ്ങൾക്ക്? കേൾക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ പറയുന്നത് ക്ലിയർ, ഐ തിങ്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കണോ? Oh my God, some kind of disturbance in the back. I am so sorry about that because ഞാൻ എന്റെ ജോലി സ്ഥലത്ത് നിന്ന് എന്റെ ബ്രേക്ക് ടൈമിൽ വന്നതാണ്. അത്ര പവർഫുൾ ആയുള്ള ബിസിനസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇങ്ങനെ വരാൻ പറ്റുന്നതും ഓൺലൈൻ ആയതുകൊണ്ട് എവിടെ വേണേലും എപ്പോ വേണേലും ഇന്ന് ചെയ്യാവുന്ന ഒന്നും ആയതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിൽ വന്നേക്കുന്നത്. ഇനി ചിഞ്ചു ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ എന്താണ് ഈ ബിസിനസ്സിൽ ചെയ്യണേന്ന്. നമ്മൾ സത്യത്തില് ഈ ബിസിനസ് ശരിക്കും ഒരു ബിസിനസിന്റെ ബോക്സ് ആണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള സിസ്റ്റം, ടൂൾസ്, ട്രെയിനിങ് എല്ലാം നമ്മൾക്ക് ഈ ബിസിനസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ ലെവറേജ് ചെയ്തുകൊണ്ടാണ് 7 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ലെവറേജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. നമ്മൾക്ക് എല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അയച്ചു തരും. നമ്മുടെ ട്രെയിനിങ് സൈറ്റിലുണ്ട്. അത് നമ്മൾ കണ്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന ഒരു ഇത് മാത്രമേ നമ്മുടെ ഈ ബിസിനസ്സിനുള്ളൂ. അങ്ങനെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആൾക്കാർക്ക് എവിടെ വേണേലും എപ്പോ വേണേലും ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബിസിനസ് ചെയ്തേക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഫോൺ മതി. ഞാൻ എന്റെ ഫോൺ വെച്ചിട്ടാണ് ബ്രേക്ക് ടൈമിൽ വന്നിരുന്നിട്ട് ഇപ്പൊ ലൈവില് വരുന്നതും. സോ പിന്നെ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾക്ക് ആവശ്യമായിട്ട് ഉള്ള എന്താ പറയാ സപ്പോർട്ട്, കമ്മ്യൂണിറ്റി സപ്പോർട്ട്, ഓൾ ദ ട്രെയിനിങ്, നമുക്ക് മാസ്റ്റർ മൈൻഡ്സ് ഉണ്ട്. എങ്ങനെ നമ്മൾക്ക് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതെല്ലാം നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ട് തന്നേക്കാണ്. നമുക്ക് ജസ്റ്റ് നമുക്കൊരു ലേണിംഗ് മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ഞാൻ ഇന്ന് വളരെ റഷ് ആയിട്ട് വന്നതാണ്. എനി ടൈം ഐ വിൽ ലീവ്. സോ ഞാൻ ജസ്റ്റ് ഇത്രയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. സോ now I want to ask a question to Preeti. Preeti, how do you make money from this business? ഓക്കെ, താങ്ക് യു അനീസ് മഞ്ജു. എൻ്റെ പേര് പ്രീതി ഷിജോ. ഞാൻ കാനഡയിലെ ബ്രാംപ്ടണിലാണ് വിത്ത് മൈ ഫാമിലി. എൻ്റെ പ്രൊഫഷൻ നഴ്സിംഗ് ആണ്. അപ്പം ക്വസ്റ്റ്യനിലോട്ട് വരാം. ആക്ച്വലി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഹൗ ഡു യു മേക്ക് മണി ഇൻ ദിസ് ബിസിനസ്? ഇതൊരു എല്ലാവർക്കും വളരെയധികം ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ബിസിനസ്സിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഇൻകം വരുന്നത് അല്ലെങ്കിൽ പേയ്മെന്റ് കിട്ടുന്നത് എന്നുള്ളത് അതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ബിസിനസ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് വീട്ടിലിരുന്ന് പോക്കറ്റ്സ് ഓഫ് ടൈമിൽ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. ഈ ബിസിനസ്സിൽ നമുക്ക് മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടെന്നുള്ളത് ഹൈ ടിക്കറ്റ് കമ്മീഷൻസ് ആണ് നമുക്ക് ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നത്. അപ്പം നമുക്ക് അഫിലിയേറ്റഡ് കമ്പനീസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ പറയുക, നമുക്കൊരു ഹെവി ലിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ സോ മച്ച് ഓഫ് വർക്ക്സ് ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമുക്ക് ബിസിനസ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആ ബിസിനസ്സിൽ നിന്ന് നമുക്ക് ഇൻകം ഉണ്ടാക്കുവാണ്. അങ്ങനെയാണ് നമുക്ക് ആ ഹൈ ടിക്കറ്റ് കമ്മീഷൻസ് ആയിട്ട് നമുക്ക് ബിസിനസ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ബിസിനസ് ഒരു ലെജിറ്റ് ആണ്, ടാക്സ് പേബിൾ ആയിട്ടുള്ളൊരു ബിസിനസ്സും കൂടെയാണ്.
നമ്മൾ എന്താണ് ഏതൊരു ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നത് പോലെയും രജിസ്റ്റർ ചെയ്തിട്ട് തന്നെയാണ് ഞാനിവിടെ കാനഡയിൽ നിന്നാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഈ ബിസിനസ് എനിവർ എനി ടൈം എനി കൺട്രിയിൽ നിന്നും ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും കൂടെ ഇതൊരു വളരെ ഫ്ലെക്സിബിലിറ്റി കൂടെ ഉള്ളൊരു ബിസിനസ് ആണ്. നമ്മൾക്ക് എല്ലാവരും ചിന്തിക്കുന്നുണ്ട് നമുക്കൊരു സൈഡ് ഇൻകം വേണം. അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റിയിൽ നമുക്ക് എന്താ പറയാ നമുക്ക് നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നത് അതാണ് ഇതിനകത്ത് മെയിൻ. എല്ലാവർക്കും ഒരു സൈഡ് ഹസൽ എന്ന് പറയുമ്പോൾ സൈഡ് ഇൻകം ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ ഒരു സൈഡ് ഹസൽ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈവൻ വി ക്യാൻ എന്താ പറയാ ഒരു ഫുൾ ടൈം ജോലിക്കാരൻ പോലും അതൊരു പാർട്ട് ടൈം ആക്കാം. പിന്നീട് വേണേ ക്വിറ്റ് ചെയ്യാൻ പറ്റും. ജോബ് ക്വിറ്റേഴ്സ് ഒരുപാട് പേര് ഈ ബിസിനസ്സിലുണ്ട്. ഞാനിന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തപ്പോഴും അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഈ സെയിം പോയിന്റ്സ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സോ നമ്മൾക്ക് അഫിലിയേറ്റഡ് കമ്പനീസുമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് വി ആർ ഏണിംഗ് മണി ദാറ്റ്സ് ത്രൂ ദ ഹൈ ടിക്കറ്റ് കമ്മീഷൻസ്. താങ്ക് യു. നെക്സ്റ്റ് ഞാൻ സോണിയോടാണ് ചോദിക്കുന്നത്. സോണിയ, like how much time do you need to do this business? Yeah. നമ്മള് ടൈം എന്താ ആക്ച്വലി ഞാൻ കുറച്ച് ബ്ലാങ്ക് ആണ്. കാരണം എന്റെ ലാപ്പ് എന്റെ വൈഫൈയും പോയി. ഇന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. എല്ലാവർക്കും കണക്ഷൻ പ്രോബ്ലം ആണ്. സോ അത് കാരണമാണ് ബ്ലാങ്ക് ആയിരിക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഞാനിത് സെറ്റ് ആയിട്ട് വരാം. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സിബിയോട് ചോദിക്കാം. അപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആയിരിക്കും. Yeah, sure. No worries. So that's the beauty of it. Like, namak space, like, because it's online, you can do different things at the same time. So I am Sibi. Sibi Anil nanu ende pere. So I am a nurse educator here. And ippam UK lanu njan 9 to 5 Monday to Friday ആണ് എൻ്റെ ജോലി. Saturday, Sunday, sometimes I used to do bank shifts or extra shifts in the clinical area. But since I have joined this business, I haven't done any of the extra shifts. So that is the beauty of it. So many people who register on this business, they ask me like, നമ്മളുടെ ഈ ബിസി ടൈമിൽ എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇതിനകത്ത് നമുക്ക് 3 examples already കാണാം. First is Chinju, who is hosting this. She's sitting with her little one and she's a full-time mom and she's still able to join this. So she's fitting it into her busy mom life. She's got 3 little daughters and she's still able to do it. Annie's Manju, she's joined this in her break time. So because it's online, isn't it? So you can come and join. So that is what basically full time in the I work full time. Appo enki pockets of time kittamboഴാണ് ഞാൻ ഇതിനകത്ത് ഇൻപുട്ട്. ആൻഡ് പ്രീതി പറഞ്ഞ പോലെ ഇത് ഈ സിസ്റ്റംനകത്ത് തന്നെ എല്ലാം ഓട്ടോമേഷനും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. സോ ഓൾ യു ഹാവ് ടു ഇൻപുട്ട് ഇസ് 10 to 20% ഓഫ് ദ ടൈം. So Manju പറഞ്ഞതിനകത്ത് എല്ലാം ട്രെയിനിങ് ഉണ്ട്. സോ ഓൾ യു ഹാവ് ടു ഡു ഇസ് ഫോളോ ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ്. അപ്പം നമുക്ക് കിട്ടുന്ന സമയം ഇഫ് യു ക്യാൻ, ലൈക്ക് ഞാൻ ഇപ്പം വർക്കിംഗ് ഡേയിലാണെങ്കിൽ ഞാൻ ഈവനിങ്സിൽ ഐ ഗിവ് 1 hour ഇഫ് ഐ ക്യാൻ. If I can give more time, I will do. എൻ്റെ ഹസ്ബൻഡ് നൈറ്റ്സ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഈവനിങ്സ് ഞാൻ വീട്ടിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. സോ ഐ പുട്ട് മോർ ടൈം. Sometimes I put more time over the weekend. Weekdays പറ്റിയില്ലെങ്കിൽ. So I choose my own time whenever I can do. And that's exactly what everyone does. നമുക്ക് കിട്ടുന്ന pockets of time നമ്മൾ ട്രെയിനിങ് ചെയ്യും. പിന്നെ അതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്ത് ചെയ്യാനുള്ള ബാക്കി 80% is all covered by automation. Last week I was on holiday. എനിക്ക് അവിടെ വൈഫൈയും ഇല്ല, ഇന്റർനെറ്റും ഇല്ല, ഒന്നുമില്ല. ആൻഡ് സ്റ്റിൽ മൈ ബിസിനസ് വാസ് കോൺസ്റ്റന്റ്ലി വർക്കിംഗ് അറ്റ് ദ ബാക്ക്ഗ്രൗണ്ട്. ഐ ഹാഡ് എ buyer. When I came back, I had money deposited into my bank account. Like my holiday was paid off. Like, every day the business ലാണ് അങ്ങനെ സംഭവിക്കുന്നത്. Like you spend money to go on a holiday, when you come back, you get more money on your bank account. അങ്ങനെ ഏത് ബിസിനസ്സിലാണ് ഉണ്ടാവുന്നത്. So that is the beauty of it. You just have to use pockets of time. Make sure you're consistent. നമ്മൾ passionate ആയിരിക്കണം, consistent ആയിരിക്കണം, നമുക്ക് ആ focus ഉണ്ടായിരിക്കണം. If we have that, pockets of time is more than enough to do this business even if you're working full time. So that's what I usually tell the people who ask me these questions, that it is easily possible to fit it into your busy life. One of the other most common question that people ask
is also about previous experience and technical skills. ഇതൊക്കെ ഇല്ലാതെ നമുക്ക് എങ്ങനെയായി ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്? ഇതാണ് one of the questions. So Sonia, do you think you can answer that question? Yeah, sure. So sorry എല്ലാവർക്കും സോറി ബിക്കോസ് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും കുറെ മെസ്ഡ് അപ്പ് ആയി. ബട്ട് ഇതാണ് അതിന്റെ റിയാലിറ്റി എന്നുള്ളതാണ്. നമ്മളിങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ഇരുന്ന് എന്താ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ വന്നിങ്ങനെ ഇരുന്ന് ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ നമ്മൾക്ക് നമ്മുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, റൈറ്റ്? സോ ഇതിനാണ് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ തന്നെ പഠിക്കും, നമ്മൾ എക്സ്പീരിയൻസ് ത്രൂ പഠിക്കും. അതിനു മുമ്പ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ സോണിയ, 2 കുട്ടികളും ഹസ്ബൻഡും ആയിട്ട് കാനഡയിൽ 2 years ആയി. ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു 1 year ആയി. ഞാനൊരു ആക്ടറും ഡാൻസറൊക്കെ ആയിരുന്നു, ആൻഡ് ഇപ്പം ഞാനൊരു മെന്ററാണ്. സോ ദാറ്റ്സ് അബൌട്ട് മീ. അപ്പോ ഈ സിബി ചോദിച്ച പോലെ തന്നെ എക്സ്പീരിയൻസിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് കോഴ്സ് എടുത്ത് വന്ന ആൾക്കാരൊന്നും അല്ല. നമ്മളെല്ലാവരും ഡിഫറെന്റ് പ്രൊഫഷണൽസ് ആണ്. ഒരാള് കസ്റ്റമർ സർവീസ്, നേഴ്സ് 2 പേര്, ഒരാൾ അക്കൗണ്ടിങ്, ഞാൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മീഡിയ. സോ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ വന്ന ആൾക്കാരാണ് അല്ലെ. അപ്പം നമ്മളെ പോലെയുള്ള എന്താ നമ്മളെല്ലാവരും അമ്മമാരാണ്. സോ നമ്മളെ പോലെ ഈവൻ ഇതിനകത്ത് പെണ്ണുങ്ങൾ മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്, ആണുങ്ങളും ഇതേപോലെ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് ആക്കുന്നത്. സോ ആ ഒരു എക്സ്പീരിയൻസിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമുക്ക് അതിനുള്ള ട്രെയിനിങ് തരുന്നുണ്ട്. എങ്ങനെയാണോ നമുക്കതും സിമ്പിൾ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, ഓക്കെ ഇത് എനിക്ക് ഒന്നും അറിയില്ല, നിങ്ങൾക്കൊക്കെ പിന്നെയും എന്തെങ്കിലും അറിയായിരിക്കുമല്ലോ എന്ന് വിചാരിക്കരുത്. ആർക്കും ഒന്നും അറിയാതെ തന്നെ വന്നതാണ്. കാരണം നമുക്ക് ട്രെയിനിങ് സൈറ്റിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു മെന്ററും കോച്ചും ഉണ്ട്, അസൈൻഡ് മെന്റർ ആൻഡ് കോച്ച് ഉണ്ട്. എന്ത് വേണമെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. സോ ഏതൊരു ബിസിനസ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസോടെ ആയിരിക്കില്ല സ്റ്റാർട്ട് ചെയ്യുക, പക്ഷെ നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക, വേറെ ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ഓൺ ബിസിനസ്സിന്. സോ അതിന്റെ എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. നമ്മളെല്ലാം പഠിച്ചുകൊണ്ട് വരിക, നമ്മൾ എക്സ്പീരിയൻസ് ത്രൂ ആണ് പഠിച്ചുകൊണ്ട് വരുന്നത്. നമ്മളൊക്കെ വന്നപ്പോ തന്നെ ഇങ്ങനെ വന്ന് സംസാരിക്കാൻ പറ്റൂലായിരുന്നു. നമ്മളെല്ലാവരും ഇങ്ങനെ ലൈവായിട്ട് സംസാരിക്കാൻ പേടിയുള്ള ആൾക്കാരായിരുന്നു, ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരായിരുന്നു. നമ്മൾ അതിനുള്ള മൈൻഡ് സെറ്റ് ഉണ്ട് ഇപ്പം. ഓക്കെ എനിക്ക് ഇത് ചെയ്യണം, ഓക്കെ ലൈവിൽ ഇരിക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എക്സ്പീരിയൻസിന്റെ ഒരു ആവശ്യമില്ല, ടെക് സാവി ആവേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങളാണ്. ഇതുവരെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാത്ത കാരണമാണ് നമ്മൾ അത് അറിയാത്തത്. അത് പറഞ്ഞു തരാനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ട്രെയിനിങ് സൈറ്റ് ഉള്ളത്, മെന്റർ ഉള്ളത്, കോച്ച് ഉള്ളത്, മാസ്റ്റർ മൈൻഡ്സ് ഉള്ളത്, ഡെയിലി ഡ്രോപ്പിൻസ് ഉള്ളത്. അതൊക്കെ അതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ കുറെ നീട്ടുന്നില്ല. അപ്പം ഇതൊക്കെ ഉണ്ട്. എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ദാറ്റ് മൈൻഡ് സെറ്റ്. എനിക്ക് വേണം, എനിക്കൊരു ഇതിനകത്തൊക്കെ ഒരു ഡിഫറൻസ് വേണം, എനിക്ക് എന്തെങ്കിലും ലൈഫിൽ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രം മതി ഇത് ചെയ്യാനായിട്ട്. എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. സോ അതാണ് അതിന്റെ ആൻസർ. സോ ഇനി ചിഞ്ചുവിനോട് ചോദിക്കാം, ലൈക്ക് എല്ലാവർക്കും ഒരു ഇതായിരിക്കും, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എപ്പോഴാണ് ഇതിന്റെ റിസൾട്ട് കിട്ടുക, വല്ലതും കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇങ്ങനെ വന്നിരിക്കുന്നു, എപ്പോഴാണ് റിസൾട്ട്? സോ ചിഞ്ചു, എന്താണ് ചിഞ്ചു അതിനെപ്പറ്റി പറയുന്നത്? എപ്പോഴാണ് റിസൾട്ട് കണ്ടത്? ഓക്കെ, താങ്ക് യു സോണിയ. അതിനു മുന്നേ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോ എന്റെ പേരൊക്കെ പറയാൻ ഞാൻ മറന്നുപോയി. കുഞ്ഞു വന്ന് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നപ്പോ ഞാൻ അതിലങ്ങോട്ട് മുഴുകിപ്പോയി. അപ്പൊ എന്റെ പേര് ചിഞ്ചു, ഞാനിവിടെ കാനഡയിലാണ്. കാനഡയിൽ വന്നിട്ട് ഇപ്പോൾ 7 വർഷമായി. 3 കുഞ്ഞുങ്ങളും ഹസ്ബൻഡും ആയിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ്. ഞാൻ ബൈ പ്രൊഫഷൻ കസ്റ്റമർ സർവീസ് ആണ്, പക്ഷെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഒരു ഫുൾ ടൈം മോമോ ആണ്, ഫുൾ ടൈം ബിസിനസ് ഓണറായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനും ഒത്തിരി നാളൊന്നും ആയിട്ടില്ല ഇതിലോട്ട് വന്നിട്ട്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം എന്റെ ഹസ്ബൻഡ് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഓക്കെ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടി തുടങ്ങാന്ന്.
ഓഫ് കോഴ്സ് ഇതില് ഇപ്പൊ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും, അപ്പൊ ഇതെന്ന് തന്നെയല്ല, നമ്മൾ എന്തൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇന്ന് തുടങ്ങി നാളെ അതിലേക്ക് ഇങ്ങനെ മണി ഫ്ലോ ചെയ്യാന്നുള്ള ഒരു സംഭവം, ഒരു പെട്ടെന്ന് കാശ് ഉണ്ടാക്കാന്നുള്ള ഒരു സംഭവം, അത് എനിക്ക് തോന്നണില്ല നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമേ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും അതിന് നമ്മുടേതായ ഹാർഡ് വർക്കും നമ്മൾ എത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു ഇത് ചെയ്യാൻ നമ്മൾ എഫേർട്ട് ഇടുന്നു, അതിനനുസരിച്ചാണ് നമുക്ക് നമ്മുടെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവർനൈറ്റ് ആയിട്ട് നമുക്ക് ഇന്ന് ഇരുന്ന് നാളെ നേരം വെളുക്കുമ്പോൾ ഓക്കെ നമ്മൾ ആ പീക്കിലെത്തുന്നതല്ല. ഇതിൽ വന്നിട്ടുള്ള ഫ്രം ദ ഡേ ബിഗിനിങ് നമുക്ക് കാണുമ്പോൾ അറിയാം, ഓരോരുത്തരുടെയും സക്സസ് നമ്മൾ കാണുമ്പോൾ അറിയാം അതിന്റെ പിന്നിൽ എത്രത്തോളം സ്ട്രഗിൾസും എത്ര ഇത് ചെയ്തിട്ടാണ് അവർ ആ സക്സസ് മീറ്റ് ചെയ്തതെന്ന്. അപ്പോൾ റിസൾട്ട് എന്ന് പറയുമ്പോൾ മണി തന്നെയല്ല, നമ്മുടെ ലൈഫിൽ തന്നെ ഒത്തിരി ഇതുകൾ. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ റീസെന്റ് സ്റ്റാർട്ടഡ് ആണ്. ഞാൻ എന്റെ 7th month പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ എന്റെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്, ഞാൻ ഇതിൽ മെയിൻ ആയിട്ട് കാണുന്ന റിസൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. മെന്റലി ആണെങ്കിലും ഞാൻ ഇപ്പോ മുന്നേ എങ്ങനെയായിരുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റ്, ഇപ്പൊ ഞാൻ ഇതെങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ധൈര്യത്തിൽ ഇങ്ങനെ വന്ന് ഇത്രയും പബ്ലിക്കിനോട് സംസാരിക്കാനൊക്കെ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും പോസിബിൾ അല്ല. ഞാനൊരു സോഷ്യൽ മീഡിയ പേഴ്സണേ ആയിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ റിസൾട്ട്സ് ആണ്, ഇതെല്ലാം നമ്മുടെ അച്ചീവ്മെന്റ് ആണ്. മണി ആയിക്കോട്ടെ, ഇപ്പൊ സിബി പറഞ്ഞു ആള് ഹോളിഡേയിൽ പോയിരുന്നു, അതിന്റെ ഇടയിൽ തന്നെ ആൾക്ക് മണി ഡെപ്പോസിറ്റ്, ബയ്യർ, ഇതെല്ലാം ഇതിന്റെ റിസൾട്ട്സ് ആണ്. നിങ്ങൾ നമ്മളെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളെ കാണുമ്പോൾ, നമ്മളുടെ ലൈവും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്ര ഹാപ്പി ആയിട്ടാണ് വന്നിരുന്ന് സംസാരിക്കുന്നതെന്നൊക്കെ. അപ്പൊ അത് തന്നെ ഒരു വലിയ റിസൾട്ട് അല്ലേ. പിന്നെ ഏതൊരു ഇതിനും അതിന്റെ പിറകില് നമ്മളുടെ ഹാർഡ് വർക്ക് വേണം. പിന്നെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ അവരിടുന്ന എഫേർട്ട് അനുസരിച്ചാണ്, അവരിടുന്ന ആ ഒരു സ്ട്രഗിളും ആ ഒരു ഹാർഡ് വർക്കും അനുസരിച്ചാണ് നമുക്ക് ഇതിൽ റിസൾട്ട് വരുന്നത്. അപ്പൊ നമുക്കിപ്പോ ഓക്കെ, നമ്മളുടെ അടുത്ത് ചോദിക്കുന്നവരോട് ഇന്ന് വന്നു നാളെ നിങ്ങൾക്ക് കാശ് ബാങ്കിൽ ഇങ്ങനെ വന്നു തുടങ്ങും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഒന്നിനും ഇല്ല അല്ലെ, ഏതൊരു ബിസിനസ്സിനും അങ്ങനെ ഒരു ഇതില്ല. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ലൈഫിൽ ഒരു ചേഞ്ച് വേണം, അത് ഫിനാൻഷ്യലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും ഇതൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ്. കാരണം അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഞങ്ങളെ ഓരോരുത്തരും. ഞങ്ങളെല്ലാവരും ഡിഫറെന്റ് ഫീൽഡിൽ നിന്ന് വന്നിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഒരു ഫാമിലി പോലെ, എല്ലാവരും ഇൻഡിവിജ്വൽ ബിസിനസ് ഓണേഴ്സ് ആണ്, പക്ഷെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഇതിൽ വർക്ക് ചെയ്യുന്നതും. നമ്മൾ ട്രെയിനിങ് ആണെങ്കിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത്, അപ്പോൾ എല്ലാ തരത്തിലും ഒരു വളരാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ഇത്. അപ്പൊ എന്താ, ഇത്രയാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല. I just want to say one thing, like, so we are just, that is a good example that we are real people. Yes. Yes. We are not like trained to do this, but we are learning, and you can see the messy things is what makes it perfect. The imperfection makes it perfect. So, that's how we learn and we thrive from it. So that is what I would like to convey. And we are all CEOs of our own business, but we all support each other so that we all rise together as well and thrive together. അതെ, അത് സിബി പറഞ്ഞത് ശരിയാണ്. നമ്മളിപ്പോ എല്ലാവരും ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് എല്ലാവരുടെ അടുത്തും വന്ന് തുറന്ന് സംസാരിക്കണം. നമുക്കൊന്നും ഹൈഡ് ചെയ്യാനില്ല. നമ്മളിപ്പോ നമ്മുടെ സ്റ്റോറിയും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എത്രത്തോളം ലെജിറ്റിമേറ്റ് ആണ്, എത്രത്തോളം സക്സസ്ഫുൾ ആണ്. ഇപ്പൊ ഞങ്ങൾ തന്നെയല്ല, നമ്മുടെ ഗ്രൂപ്പിൽ ഓരോരുത്തരും നോക്കിയാൽ കാണും വളരെ ഹൈറ്റ്സിൽ. അവരൊന്നും എക്സ്ട്രാ ഓർഡിനറി പീപ്പിൾസ് ആയിരുന്നില്ല, വളരെ ഓർഡിനറി ലൈഫിൽ നിന്ന് വന്ന് അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും ഉള്ള ഞങ്ങളുടെ ഒരു എന്താ പറയാ, ഞങ്ങളൊരു വിഷ് പോലെ, ഞങ്ങളുടെ ഒരു എന്താ പറയാ ബ്ലെസ്ഡ് ആണ് ഞങ്ങള്. അതേപോലെ നിങ്ങൾക്കും അങ്ങനെ ഒരു ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് ഞങ്ങൾ ഓരോരുത്തരെയും റീച്ച് ചെയ്യാം, ഞങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ഞങ്ങള് എന്താ പറയാ ഒത്തിരി സന്തോഷമാണ് ഞങ്ങളുടെ ഇത് ഷെയർ ചെയ്യാനും ഇതിൽ നിങ്ങളെ എങ്ങനെ ഗൈഡ് ചെയ്യാനും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോ ഇന്നത്തെ ലൈവ് ഞങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ വന്നതിലും എല്ലാവരും ജോയിൻ ചെയ്തതിലും ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. Thank you. Bye-bye. Bye everyone.